സ്മിരണ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ. അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ്. ഞാനിപ്പോൾ ഒരു യാത്രയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതാണ്. ഇപ്പോൾ സമയം ഒരു 8 മണി കഴിഞ്ഞിപ്പോൾ. അപ്പോൾ ഇപ്പോൾ വന്നപ്പോഴാണ് ഇതിവിടെ ഉണ്ട്, കൊറിയർ വന്നിട്ടുണ്ട്. എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് തുടങ്ങി ആദ്യമായിട്ട് വാങ്ങുന്നതാണ് ഈ സംഭവം. ഇത് കണ്ടപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ ഇത് അൺബോക്സ് ചെയ്യട്ടെ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ഞാൻ ഇത് അൺബോക്സ് ചെയ്യാണ് കേട്ടോ. വീഡിയോ എടുത്തു തരാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവരോടും ചോദിച്ചു. എല്ലാവർക്കും ഭയങ്കര ഡിമാൻഡ് കേട്ടോ. ഒന്നാമത് പുറത്ത് പോയി വന്നതുകൊണ്ട് എല്ലാവരും ഭയങ്കര ക്ഷീണത്തിലാണ്. രാവിലെ പോയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇത് കുറേ മുന്നേ ഓർഡർ ചെയ്തതാണ്. കറക്റ്റ് ഞാൻ വീട്ടിലില്ലാത്ത സമയം തന്നെ വന്നു കേട്ടോ ഇത് കൊറിയർ. അപ്പോൾ ഞാൻ മൂത്താനോട് വാങ്ങിയൊക്കെ വെക്കാൻ പറഞ്ഞു. പിന്നെ വീട്ടിലെത്തിയിട്ട് ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുത്തിട്ട് അൺബോക്സ് ചെയ്യാനുള്ളത് വിചാരിച്ചിട്ട്. പിന്നെ വിചാരിച്ചു രാത്രിയല്ലേ, വീഡിയോക്ക് എത്രത്തോളം ക്ലിയർ ഉണ്ടാവുമെന്ന് അറിയില്ലാന്ന്. പിന്നെ അത് അവിടെ വെച്ചപ്പോൾ എനിക്കൊരു സമാധാനം ഇല്ല അത് നോക്കായിട്ട്. അപ്പോൾ ഞാൻ വെച്ച് എന്തായാലും പൊളിച്ച് നോക്കാമെന്നുള്ളത് വിചാരിച്ചു കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇത് പൊളിക്കുന്ന സമയത്ത് തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അനിയനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടനും ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അങ്ങനെ അത് അവരൊക്കെ കൂടി പൊളിച്ചൊക്കെ തന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ വെറുതെ ആയി പോവോ, അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടാവില്ലേ എന്നൊക്കെ. പക്ഷെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതിൻ്റെ കാര്യമായിട്ട് റിവ്യൂ പറയാനൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാനിങ്ങനെ യൂട്യൂബിന് വേണ്ടിയിട്ടൊരു സാധനം വാങ്ങുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തുറന്നൊക്കെ നോക്കിയിട്ടു. പിന്നെ അതിനൊരു കേബിൾ വരുന്നുണ്ട്. അതിൻ്റെ മേൽ തന്നെ അതിൻ്റെ ഫോൺ ബട്ടണും പിന്നെ ലൈറ്റിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ലൈറ്റ് കാര്യങ്ങൾ വേണമെന്നില്ലായിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ചു നല്ലതല്ലേ, രാത്രിയൊക്കെ വീഡിയോ എടുക്കേണ്ട അതൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് അനിയൻ വന്നിട്ട് വീഡിയോയിൽ നിൽക്കുമല്ലോ സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കണക്റ്റാക്കി തന്നു കേട്ടോ. എല്ലാം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഓൻ്റെ ഫോൺ വെച്ച് നോക്കി, പിന്നെ ലൈറ്റൊക്കെ ഒന്ന് ഇട്ട് നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഓൻ്റെ ഐഫോൺ വെച്ച് നോക്കി, അതൊക്കെ താങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്വാളിറ്റി വൈസ് കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നൊരു സംഭവമല്ലേ. അപ്പോൾ ഞാൻ ഈ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കേട്ടോ. എനിക്ക് കണ്ടിട്ട് മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്താ പറയുക, ഒരു അടിപൊളി സ്റ്റാൻഡ് തന്നെയാണ്. അപ്പം ഇത് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ഇടങ്ങാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ സ്റ്റാൻഡ് വാങ്ങിയത്. അപ്പോൾ ഞാൻ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ 3 ലൈറ്റാണ് കേട്ടോ വരുന്നത്. 3 ലൈറ്റും കിട്ടോ. പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇതിൽ ഇതോ ഓണായി കൊടുക്കുക സ്വിച്ച്. അപ്പോൾ ഇത് ഒരു ലൈറ്റ് കേട്ടോ. മനസ്സിലാവുമല്ലോ എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്നുള്ളത്. ഇതിൽ നമുക്ക് ഇങ്ങനെ ഇത് കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ലൈറ്റ് കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൽ ചേഞ്ച് ബട്ടൺ ഉണ്ട്. അപ്പം ഞാൻ ഇത് 1ാമത്തെ ലൈറ്റ്, ഇത് 2, ഇത് 3. അതിൻ്റെ എന്താ പറയുക, ഇത് കുറക്കാനും കൂട്ടാനും പറ്റും കേട്ടോ. നമുക്ക് ഇതിപ്പോൾ കുറഞ്ഞ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം എൻ്റെ മുഖത്തേക്ക് ആ ലൈറ്റ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല, അതിങ്ങനെ കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ 2ാമത്തെ ലൈറ്റാണെങ്കിലും കുറക്കുമ്പോൾ കൂട്ടി വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടുള്ളത്. പിന്നെ ഇതാ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ഇത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഓൺ ഓഫ് ബട്ടൺ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. എനിക്ക് ഇതിൻ്റെ റിവ്യൂയും കാര്യങ്ങളൊന്നും പറയുന്നത് അറിയില്ല സത്യമായിട്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഞാനത് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എന്തായാലും എനിക്ക് ആരെയും സഹായം ഇല്ലാതെ വീഡിയോ എടുക്കാൻ പറ്റും. അതിനാടുന്ന് വീഡിയോ എടുക്കുന്നത് ആടനാടുന്നല്ലോ കാണിച്ചു വിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ വാ, നമുക്ക് വൈൻ്റെ പറയാ വാ. ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എൻ്റെ വീഡിയോ എങ്ങനെയാണ് എടുക്കണ്ടേ, ഇത് ഏതെടുക്കണോ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബിന് വേണ്ടിയിട്ടൊരു സാധനം വാങ്ങുന്നതും അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കുന്നതൊക്കെ ആദ്യമായിട്ടുണ്ടോ. അപ്പോൾ അതിൻ്റെതായ എല്ലാ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. ഇനിയുള്ള വീഡിയോസ് ഞാൻ ഈ ട്രൈപോഡും ഈ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോസ് കാണാം. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ടാറ്റാ.